ഹരേ രാമ ഹരേ കൃഷ്ണ. നിങ്ങളുടെ സമ്പത്ത് വാനോളം ഉയരും. സുവർണ കാലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ജ്യോതിഷപ്രകാരം രാശിമാറ്റങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് വലിയ നേട്ടങ്ങൾ പലർക്കും സമ്മാനിക്കുകയും ചെയ്യും. ജൂൺ മാസത്തിൽ അത്തരം ചില രാജയോഗങ്ങൾ വന്നു ചേരുന്നു. 500 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രാജയോഗങ്ങൾ രൂപപ്പെടുവാൻ പോകുന്നത്. ഇതേ തുടർന്ന് ചില രാശിക്കാർക്ക് അതിൻ്റെ വലിയ നേട്ടങ്ങളാണ് സമ്മാനിക്കുക. കാലാകാലങ്ങളിൽ ഗ്രഹങ്ങളെല്ലാം സംക്രമിക്കുകയും അതിലൂടെ ഐശ്വര്യപ്രദമായ രാജയോഗം വന്നു ചേരുകയും ചെയ്യും. ഇതിനിടയിൽ ശുക്രൻ സ്വന്തം രാശിയായ ഇടവത്തിൽ പ്രവേശിച്ച് മാളവ്യ രാജയോഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുമുണ്ട്. അതുപോലെ തന്നെ ബുധനും ശുക്രനും ചേർന്ന് ലക്ഷ്മി നാരായണ രാജയോഗവും ഗജലക്ഷ്മി രാജയോഗവും ഇടവം രാശിയിൽ ശുക്രനും വ്യാഴവും കൂടിച്ചേർന്നതോടെ ഇവയും വന്നു ചേർന്നിരിക്കുന്നു. ഇതിലൂടെ വലിയ നേട്ടങ്ങളാണ് ഈ രാശിക്കാർക്ക് സമ്മാനിക്കുവാൻ പോകുന്നത്. ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക കാൽ ഈ യോഗം വന്നു ചേരുന്നത് മേടരാശിയിലാണ്. അശ്വതി ഭരണി കാർത്തിക കാൽപാകം എന്നിവയാണ് ഇതിൽ വന്നു ചേരുന്നത്. ഇവർ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഈ സമയം നടന്നു കിട്ടും. ഈ രാശിക്കാരുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഏറ്റെടുക്കുവാൻ മടിച്ച എല്ലാ കാര്യങ്ങളും ഈ സമയത്ത് ചെയ്തു തീർക്കുവാനും വലിയ നേട്ടങ്ങളിൽ എത്തുവാനും നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ എല്ലാം ആദരവ് നേടിയെടുക്കുവാനും സാധിക്കുന്നതാണ്. സാമ്പത്തിക ഭദ്രത, അതുപോലെ ലോട്ടറി ഭാഗ്യം എന്നിവയെല്ലാം ഈ രാശിക്കാരെ തേടിയെത്തുന്നതാണ്. ഈ കാലയളവിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതം ഏറ്റവും ഐശ്വര്യപൂർണമായിരിക്കും. എന്തിലും ഏതിലും ധന നേട്ടങ്ങളാണ് ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത്. എന്തെന്ന് പറഞ്ഞാൽ തൊട്ടതെല്ലാം പൊന്നായി മാറുന്ന ഒരു സമയമാണ്. ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാലത്തിലൂടെയായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. 5 രാജയോഗങ്ങൾ രൂപപ്പെടുന്നതിലൂടെ ശുഭകാര്യങ്ങളാണ് മേടം രാശിക്കാർക്ക് സമ്മാനിക്കുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസത്തിലും വലിയ രീതിയിലുള്ള വർധനവ് ഉണ്ടാകുന്നതാണ്. സമൂഹത്തിലെ ഉന്നത നിലയിലുള്ള ആൾക്കാരുമായും വളരെ അടുത്ത ഒരു ബന്ധം നിങ്ങൾക്ക് സ്ഥാപിക്കുവാൻ കഴിയും. ഈ ബന്ധത്തിലൂടെ അത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളായിരിക്കും സമ്മാനിക്കുക. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് അനുകൂലമായ ചില മാറ്റങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലുള്ള പഠന പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. വിവാഹാലോചനകളിൽ തീരുമാനം വന്നു ചേരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ സമഗ്രമായി സൂര്യരാശിചിന്ത ചെയ്ത് ഉചിതമായ പ്രതിവിധിയാണ് തേടേണ്ടത്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം ആദ്യ പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ. കുംഭരാശിക്കാർക്ക് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത്. ജോലി സാധ്യത, പ്രമോഷൻ എന്നിവ നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. ജോലി സമ്മർദ്ദം വളരെയധികം കുറയും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പ്രണയ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ഇത് അനുകൂലമായ സമയമാണ്. എന്നാൽ വിവാഹിതരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതാണ്. കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെങ്കിലും അതിനുള്ള ഫലം തീർച്ചയായും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. സമാധാനത്തോടെയും ക്ഷമയോടും ജോലിയിൽ പ്രവർത്തിക്കുന്നതാണ് വളരെയധികം ഉത്തമം. ബിസിനസ്സുകാർക്കും നിങ്ങൾ ആഗ്രഹിച്ച ലാഭം നേടുവാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് മത്സര രംഗത്ത് മികച്ച വിജയം കൈവരിക്കുവാനും സാധിക്കും. എന്നാൽ ഈ മാസം നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്.
ഈ മാസം ആരോഗ്യകരമായ ഭക്ഷണശീലവും വ്യായാമങ്ങളും പിന്തുടരുവാൻ ശ്രമിക്കുക. ഈ മാസത്തെ രണ്ടാമത്തെയും നാലാമത്തെയും ആഴ്ച നിങ്ങൾക്ക് യാത്രകൾക്കായി തിരഞ്ഞെടുക്കാൻ പറ്റിയ ദിവസങ്ങളാണ്. തന്മൂലം 5 രാജയോഗങ്ങളുടെ രൂപീകരണത്താൽ കുംഭം രാശിക്കാരുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങളാണ് ഓരോന്നായി കടന്നു വരുന്നത്. വലിയ രീതിയിൽ സമ്പത്ത് നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. ബിസിനസ്സുകാരാണെങ്കിൽ നിങ്ങളുടെ ലാഭം വളരെയധികം കുതിച്ചുയരുകയും ചെയ്യും. ഈ കാലയളവിൽ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ പദ്ധതികളും വിജയിക്കുകയും ചെയ്യും. എല്ലാ ബിസിനസ്സിലും വലിയ വിജയം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നതാണ്. ലാഭം പല മടങ്ങായി നിങ്ങളുടെ കൈകളിലെത്തും. ധനനേട്ടങ്ങളെ തുടർന്ന് നിങ്ങളുടെ ഖജനാവ് നിറയുകയും ചെയ്യും. സമൂഹത്തിലെ ആദരവും ബഹുമാനവുമെല്ലാം നിങ്ങളുടെ വളരെയധികം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ജോലി മാറുന്നതിനെക്കുറിച്ച് ദീർഘകാലമായി ചിന്തിക്കുന്ന ആളുകൾക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. എന്ത് കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും ഈ സമയം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഭാഗ്യത്തിൻ്റെ ഒരു അകമ്പടിയാണ് നിങ്ങൾക്കൊപ്പം വന്നു ചേർന്നിരിക്കുന്നത്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക മുക്കാൽ, രോഹിണി മകയിരം ആദ്യ പകുതി. ഈ രാശിക്കാർക്ക് 3ഉം 7ഉം ഭാവങ്ങൾ വളരെയധികം കൂടുതൽ പ്രധാനമാണ്. വിപരീത കാര്യങ്ങളെ നിങ്ങൾക്ക് എതിർത്ത് തോൽപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. പൊതുജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഗുണം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ജോലി സ്ഥലത്ത് നിങ്ങളുടെ പ്രയത്നത്തിന് അതിൻ്റെതായ ഫലം വന്നു ചേരും. വീട്ടിലാണെങ്കിലും പൊതുസ്ഥലത്താണെങ്കിലും അഹംഭാവം ഉപേക്ഷിക്കുന്നതാണ് നിങ്ങൾക്ക് വളരെയധികം നല്ലത്. അല്ലാത്ത പക്ഷം മനസമാധാനം നിങ്ങൾക്ക് നഷ്ടപ്പെടുവാനുള്ള ഇടയുണ്ട്. അതുപോലെ തന്നെ ദേവാലയ ദർശനത്തിനും നിങ്ങൾക്ക് യോഗം വന്നു ചേരും. അസമയത്തുള്ള വാഹന ഉപയോഗം കുറയ്ക്കേണ്ടതാണ്. പൊതുവെ വളരെയധികം സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. തൊഴിൽ രംഗത്ത് വളരെയധികം നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. തന്മൂലം സാമ്പത്തികമായും വളരെയധികം പുരോഗതി നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. പ്രവർത്തന രംഗത്ത് പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ധനപരമായി ഒരുപാട് നേട്ടങ്ങൾക്ക് നിങ്ങൾക്ക് അനുഭവം വന്നു ചേരുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ അന്തരീക്ഷം നിലനിൽക്കും. തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് വളരെ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വിവാഹം ആലോചിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഉചിതമായ ഒരു തീരുമാനം വന്നു ചേരുന്നതാണ്. ഈ 5 രാജയോഗങ്ങളുടെ രൂപീകരണത്തെ തുടർന്ന് വലിയ നേട്ടങ്ങൾ നിങ്ങൾ നേടും. ഏറ്റവും ശുഭകരമായിരിക്കും ഈ കാലയളവിൽ ഇടവം രാശിക്കാരുടെ ജീവിതം. സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നിറഞ്ഞു തുളുമ്പും. ബിസിനസ് രംഗത്ത് വിവേകത്തോടെ പ്രവർത്തിച്ചാൽ വൻ ലാഭം തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. സമ്പത്തും സമൃദ്ധിയും ഈ രാശിക്കാരെ വിട്ടുപോകില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ജോലിക്കുള്ള വലുതും മികച്ചതുമായ ഓഫറുകൾ വന്നു ചേരുന്നതാണ്. ഈ സമയത്ത് ഇടവം രാശിക്കാരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടും. വിദേശ യാത്ര ചെയ്യുവാനുള്ള യോഗമുണ്ട്. ജോലിയിൽ സ്ഥാനക്കയറ്റവും അതുപോലെ തന്നെ ശമ്പള വർധനവും കൈവരിക്കുവാൻ സാധിക്കും. പല ഇടത്തു നിന്ന് നിങ്ങൾക്ക് ധന നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ്. വിപരീത ഫലങ്ങൾ വന്നു ചേരുന്ന ആളുകൾ സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിതമായ പ്രതിവിധി തേടേണ്ടതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.